തലേന ഇട്ട് കൊടുക്കപ്പെട്ടവർ പറയുന്ന പാഠം. അപ്പൊ ആക്കവിലോട്ടൊക്കെ ബന്ധമുണ്ട്. حدثنا إسحاق حدثنا خالد حدثني عبد الله بن محمد حدثنا عمرو بن عون حدثنا خالد عن خالد عن أبي قلابة قال أخبرني أبو المليح قال دخلت مع أبيك زيد على عبد الله بن عمرو فحدثنا أن النبي صلى الله عليه وسلم ذكر له صومي എന്റെ നോമ്പിനെ പറ്റി പറഞ്ഞു കൊടുത്തു. ഫദഖല അലയ്യ, അപ്പൊ എന്റെ മേൽ കടന്നു വന്നു. ഫഅൽഖൈതു ലഹു, ഞാൻ അങ്ങനെ തങ്ങൾക്ക് ഇട്ടുകൊടുത്തു. വിസാദത്തും മിൻ അദമിൻ ഹശുഹ ലീഫുൻ, ഞാൻ തോലിന്റെ ഒരു തലണ ഇട്ട് കൊടുത്തു. അതിന്റെ നിറവ് എന്താണ്? മുന്തിരിയുടെ കൊലകളാണ്. ലീഫ് 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 നമ്മളെ ഈ കുരുമുളകിന്റെ തണ്ട് വെച്ചിട്ട് തലേണ ഉണ്ടാക്കുമല്ലോ. നമ്മളിപ്പോ അതിനകത്ത് കിടന്നു. നല്ല രസം ഉണ്ടാവും, ഉറങ്ങാൻ നല്ല രസം ഉണ്ടാവും. അതിന് ഗ്യാസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇപ്പൊ ഒന്നും ഇല്ലടാ. ഇപ്പോഴത്തെ തലയിൽ വെച്ചാൽ തല വേദനിക്കും. അങ്ങനത്തെ കുറെ പഞ്ഞികളും പ്ലാസ്റ്റിക്കിന്റെ പഞ്ഞികളാ അപ്പോൾ ഇല്ല, അങ്ങനല്ലേ? എന്റെ തലക്കത്ത് തലവേദനിക്കുന്ന സാധനങ്ങളാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഉപ്പ വെച്ചത്. ഞാനതൊക്കെ എടുത്ത് വെച്ച് കിടക്കാൻ. ഈ കുരുമുളകിന്റെ തണ്ടെടുത്തിട്ട് നിറയ്ക്കും. അതിനെ കൂടെ കുരുമുളകുണ്ട്. കുരുമുളകില്ലല്ലോ. കുരുമുളക് കൃഷി ചെയ്യുന്ന ആക്കുമായി. അപ്പൊ എല്ലാം ഇതിനകത്ത് ഇങ്ങനെ തോണ്ടിയിരിക്കുകയല്ലേ മനുഷ്യന്മാർ മുഴുവൻ. ജീവിതമേ പാഴ്. ഒരു വാഹ ചെയ്യില്ല, ഇത്രയും ചെയ്യില്ല, കൃഷി ചെയ്യാൻ പോകില്ല, ഒരു തൂമ്പെടുത്ത് തൊട്ടത്തില്ല, നടക്കില്ല. അങ്ങോട്ട് കയറിയാ വണ്ടി, അങ്ങോട്ട് കയറിയാ വണ്ടി. അല്ല, നമ്മുടെ സ്വഭാവം അങ്ങനല്ലേ? അതിനെന്ത്? അതിനൊക്കെ രോഗവും അല്ല. അങ്ങനെ എന്താണ്? ഞാനങ്ങനെ ഇട്ടുകൊടുത്തു. ഇപ്പൊ ജലസ അലല്ലാർന്ന്, തങ്ങൾ ഭൂമിയുടെ മേലിരുന്നു. സാറത്തിൽ വിസാദത്ത് ബൈനിയ ബൈനവും, അത് രണ്ടും എന്റെയും തങ്ങളുടെ ഇടയിലുണ്ട്. ഫഖാല അമായക്ക് ബീക മിൻകുല്ലി ശൈഇൻ സലാത്തു അയ്യാം, അല്ല അനക്ക് പോരെ എല്ലാ മാസം 3 നോമ്പ് പറ്റും. ഖുൽതു യാ റസൂലല്ലാഹ് ഖാല ഖംസൻ, പോരെ? ഖുൽതു യാ റസൂലല്ലാഹ് ഖാല സബഅൻ, ഖുൽതു യാ റസൂലല്ലാഹ് ഖാല തിസ്അൻ, ഖുൽതു യാ റസൂലല്ലാഹ് ഖാല 11, ഖുൽതു യാ റസൂലല്ലാഹ് ഖാല ലാ സൗമ ഫൗക സൗമി ദാവൂദ് ശത്തറ ദഹർ സിയാമ യൗമിൻ വഇഫ്താർ യൗമിൻ. നമുക്ക് നോമ്പ് പിടിക്കാൻ വലിയ ആഗ്രഹമാണ്. അങ്ങനെ ചെയ്തു. ഇന്ന് നോമ്പാണ്, നാളെ നോമ്പ് പിടിക്കണ്ട, നാളെ നോമ്പാണ്, മറ്റേ നോമ്പ് പിടിക്കണ്ട, അങ്ങനെ പിടിച്ചു. അപ്പൊ വിസാദ ഇട്ട് കൊടുത്ത സംഭവം കട്ടിൽ പറഞ്ഞ കട്ടലിൽ വിസാദ പറയാൻ ഇമാം ബുഖാരി തങ്ങൾ തീരും. حدثنا يحيى بن جعفر حدثنا يزيد عن شعبة عن مغيرة عن إبراهيم عن علقمة قدم الشام وحدثنا أبو الوليد حدثنا شعبة عن مغيرة عن إبراهيم قال ذهب علقمة إلى الشام فأتى المسجد فصلى ركعتين فقال اللهم ارزقني جليسا. അതിപ്പോ കഴിച്ച പറ്റില്ല, അവിടെ കൊണ്ട് ഞാൻ ബാത്റൂമിൽ പോയത് കഴിക്കാൻ. ഇത് കുടിക്കുമ്പോൾ ഇവിടെ ഇതാവും, ഇടിക്കും, ഉണങ്ങിപ്പോ. വെള്ളം പറ്റുമല്ലോ ചായ കുടിക്കുമ്പോൾ, എന്നാലും ഉണങ്ങി. അതുകൊണ്ട് അനത്തി കുടിക്കാൻ തന്നെ ബാത്റൂമിൽ പോയ പറച്ചോനെ. അപ്പൊ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ദ്വാരക്കേണ്ടെന്ന്, അല്ലാഹുമ്മ ർസുഖ്നി ജലീസ, നല്ലൊരു കൂട്ടുകാരനെന്ന് കാട്ടി തന്നു. ഷാമിലാണ്, ഒരു നാട്ടിൽ നിന്നാണ്. പറച്ചോനെ നല്ലൊരു കൂട്ടുകാരനെന്ന് കാട്ടി തന്നു, റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ട. അങ്ങനെ ഫഖഅദ അബൂദർദ, ഓരിരുന്ന് അബൂദർദ തങ്ങളിലേക്കാണ്. ഫഖാല മിമ്മൻ അന്ത, ഏതാങ്ങളെന്ന് ചോദിച്ചു. ആരോട്? അൽഖമത്തിനോട്. ഏതാന്ന് ചോദിച്ചു. ഖാല മിൻ അഹ്ലി കൂഫ. ഖാല, അവ പറഞ്ഞു അലൈസ ഫീകും സാഹിബു സിർരി അല്ലദീ കാന ലാ യഅലമു ഗൈറുഹു, നിങ്ങളുടെ നാട്ടിലല്ലേ ഹുദൈഫ തങ്ങൾ താമസിക്കുന്നത്? അങ്ങനെ ഓരോരുത്തരെ പറ്റി ചോദിച്ചു. കണ്ടാ, ഓരോരുത്തരെ ചോദിച്ചു. അലൈസ ഫീകും സാഹിബു സിർ, രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ റസൂലുള്ളാഹി കാലഘട്ടത്തിൽ, ഓരോ നാട്ടിലല്ലേ? അല്ലദീ, എങ്ങനത്തെ സാഹിബിസറാണ്? കാന ലാ യഅലമു ഗൈറുഹു, അവരെ മറ്റാരും അറിയില്ല. ഇനി അതുകൊണ്ട് ഉദ്ദേശിച്ചു ഹുദൈഫത്തു. അങ്ങനെ പിന്നെ ഓരോരുത്തരും ചോദിച്ചു അലൈസ ഫീകും ഔ കാന ഫീകും അല്ലദീ അജാറഹുല്ലാഹു അലാ ലിസാനി റസൂലിഹി മിനശ് ശൈത്വാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് മുഖേന അല്ലാഹു ഇജാറത്ത് കൊടുത്തൊരു മനുഷ്യനും നിങ്ങളുടെ നാട്ടിലല്ലേ ഉള്ളത്? ശൈത്താനെ തൊട്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു. യാനി അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ റസൂലുള്ളാഹി ദ്വാരന്നിട്ടുണ്ട്.
അപ്പൊ അബൂദർദ ഇങ്ങനെ ചരിത്രം അറിയാവുന്ന ആളാണെന്ന് ഇപ്പൊ അൽക്കമയ്ക്ക് മനസ്സിലായി. അല്ലേ? നല്ലൊരു കൂട്ടാൻ എനിക്ക് കിട്ടിയേക്കുന്നതായി. നിങ്ങളെ നാട്ടിലല്ലേ ഇന്നാള്, ഇന്നാട്ടിലല്ലേ നിങ്ങൾ, ആ നാട്ടിലല്ലേ ഇന്നാളുള്ളത്. ഞാൻ സ്ഥാനത്ത് തന്നെ മോശം. ആ മുസ്ലിയാർ മരിച്ചോ? ആ ഖുർആാനോന്നൊരു മൊയ്ലിയാർ നിങ്ങളെ നാട്ടിലേ ഉള്ളത്. പട്ടാളത്തിന് വേണ്ടി ചോദിക്കും സലേമസ്താദ്, ആ ഖുർആൻ എപ്പോഴും ഓതുന്ന ആള് നിങ്ങളെ നാട്ടിലല്ലേ? ഒരു പള്ളിയെന്നൊക്കെ ചോദിച്ചു. എനിക്ക് പറയുന്നത് കാണാൻ ആഗ്രഹം വന്നില്ല. അപ്പൊ എങ്ങനെ ഓരോന്ന് ചോദിക്കും, മനസ്സിലായില്ല? അങ്ങനെ ഈ ആൾക്കാരെ പറ്റി അറിയുന്നവര് അങ്ങനെയാണ്. പറമ്പിപ്പള്ളിയിൽ ഇവർ മരിച്ചുപോയി. തന്നല്ലേ ഇപ്പൊ അളിയൻ ഒരു ഉസ്താദുണ്ടായിരുന്നു. പറമ്പിപ്പള്ളിയിലെ ഖാദിമാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. തന്നല്ലേ എപ്പോഴും അവിടെ ചെല്ലും. തന്നെ മറ്റേ കുപ്പായിട്ടാണ് നടക്കുന്നത്, ഈ ആട്ടോക്കാരെ വസ്ത്രം. മറ്റേ കുപ്പായില്ലല്ലേ, കാക്കി, അതിട്ടാണ് നടക്കത്തുള്ളൂ. ഒരു മുത്തേനെ അസ്സലാമു അലൈക്കും, എനിക്കൊണ്ട് കയറിക്കണേ, ഞാൻ സാധുവായി ഫക്കീറാണ്. ഇപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. നമ്മളെ നല്ലത് പറയും, ഫക്കീറാണ്, എനിക്കൊണ്ട് കയറിക്കും. ഇപ്പോഴും പറയും. എന്തിനവിടെ വന്ന് ഞാൻ ദ്വാരപ്പിച്ച വന്നാണ്. ഞാൻ എന്താ ഈ പോന്ന കണ്ട ആ എറുമ്പുണ്ട്, എറുമ്പ് അതിന്റെ കാല് പിടിച്ച് രക്ഷപ്പെടാൻ നിൽക്കും എന്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞാളെ അത് പറയാനൊരു കരച്ചിന് കണ്ണീന്നുണ്ടില്ലേ. അത്ര നിങ്ങളുടെ നാട്ടിലെ ഒച്ചറ ഉസ്താദെന്ന് പറയത്തൊന്നുമില്ല. അങ്ങനെ ഓരോ ചരിത്രമൊക്കെ കുറേയൊക്കെ പറയും. എന്നിട്ട് പറയാം നമ്മൾ ഒരു ഫാത്തി ഒതിയിട്ട് പോകും. ഫാത്തിയൊക്കെ ഒതുക്കി അങ്ങനെ പറമ്പള്ളി ചെന്നിട്ട് ഉപര പറഞ്ഞ്, നിങ്ങള് ഇന്നത്തെ CM-നൊരു അസ്സലാമു അലൈക്കും പറഞ്ഞാൽ എന്റെ CM അബൂബക്കർ മുസ്ലിയാക്കി എന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞു. സാധുവാ ഫക്കീർ അസ്സലാമു അലൈക്കും പറഞ്ഞു. CM-നെ അറിയണമെന്ന് പറഞ്ഞോളൂ. ആകെ ഈ അളിയന്, ഈ പറമ്പള്ളിനെ മുപ്പര അളിയനാണ്. CM തന്നെ ഉപര പെങ്ങളാണ് ഒരു കിട്ടിയിരിക്കുന്നത്. അവർ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, 10 വർഷം എന്റെ ഉറൂസ് നിങ്ങൾ നടത്തി. 10 വർഷം ഞാൻ മുപ്പര് മരിക്കുകയും ചെയ്തു. 10 വർഷം പിന്നെ കാസിമിന് പക്വതയും പാകാതെ പിന്നെ കാസിം ഇപ്പം നടത്തുന്നത്. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ അള്ളാഹു കൊടുത്ത് പറക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. എന്തൊരു വിഷയം അതേപോലെ പറഞ്ഞു തരും. ഒന്നും മറിച്ചില്ല, എല്ലാം കശ്ഫ്. ഓഹ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇന്ന് അങ്ങനെ അന്ന് രാത്രി തന്നെ ഈ മുസ്ലിയാർ താരം CM വന്നു. അയാൾക്കറിയില്ല ഏതാന്ന്. ആർക്ക്? ഈ അളിയൻ അറിഞ്ഞൂടാ, CM അറിഞ്ഞൂടാ. അന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എവിടെ വരെയെന്ന്, എവിടുന്ന് വരെയെന്നൊക്കെ ചോദിച്ചു. ഞാൻ മടവൂന്ന് വരെയെന്ന്. നിങ്ങളാണ് അബൂബക്കർ മുസ്ലിയാർ. അന്ന് നിങ്ങൾ നടക്കുന്ന കാലഘട്ടാ, സുജൂദ് ചെയ്യുന്ന നടന്നത്. നിങ്ങളാണ് അബൂബക്കർ മുസ്ലിയാർ? ആ ഞാനാണ് അബൂബക്കർ. എന്നാ നിങ്ങൾക്കൊരു അസ്സലാമു അലൈക്കും പറഞ്ഞു നമ്മളെ തന്നെ. മുസ്ലിയാർ വലിയ മുസ്ലിയാരാണ്. അങ്ങനെ നല്ലൊരാളെ മനസ്സിലായോ? അപ്പൊ അത് പറഞ്ഞപ്പോ ഓർമ്മ വന്നതല്ല. അല്ല നിങ്ങള് ആ നാട്ടുകാരനല്ലേ, അവിടെയല്ലേ ആളുള്ളത്, അവിടെയല്ലേ ആളുള്ളതെന്ന് പറഞ്ഞു. അന്തർബാബ അവിടെ പരിസരത്ത് നിന്നപ്പോ അവർ പാത്രം കൊടുത്തോളൂ ചോറിന്. അത് ആരെ പാത്രമാണ്? അത് മുഹമ്മദ് മുസ്ലിയാർ. അയാള് വലിയ മുസ്ലിയാരാണ് എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുത്തു. ഭയങ്കര ആദരവ്, ഭയങ്കര അളമത്ത. അക്ബർ എഴുന്നപ്പോ അവിടെ അടുത്ത് അങ്ങോട്ട് ചെല്ലത്തില്ല, ദൂരെ നിന്നിട്ട് ഒരു മുഹമ്മദ് അടുത്തേക്കുണ്ട്. ഒരു വാക്ക് പറഞ്ഞ വാക്ക്. ഉമർ ഹുസൈൻ മുസ്ലിയാർക്ക് ഒരു അസുഖം വന്നിട്ട് വയറ്റുമഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഹുസൈൻ മുസ്ലിയാർ ഭാവസ്ഥാനം എടുത്തിട്ട്, എടാ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ശരിയാത്തില്ല, നീ പോട്ടെ തന്നെ മൂപ്പരെടുത്ത് പോയിട്ട് പറ. മൂപ്പർ പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് വരാവും. മൂപ്പർ അതില്ലാന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരാവുന്നു. അത് മാറിപ്പോയി എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞു. തിരിഞ്ഞോ? അങ്ങനെ പോയി പറഞ്ഞപ്പോ അള്ളാഹു താല ശരിയാക്കിട്ട് നിങ്ങൾ എന്തുവായിരുന്നു. അതല്ല ഇപ്പൊ പറയണം, മാറിപ്പോയെന്ന് പറയണം, എന്നാലും ഞാൻ പോത്തുള്ളൂ. അള്ളാഹു ശരിയാക്കിട്ട് പിന്നെ കുറേ കഴിഞ്ഞ ബാവേ അതിനി ഇല്ല കേട്ടോ പോയി എന്ന് പറഞ്ഞു. ഉസ്താദ് എപ്പോഴും പറയും തന്നെയുടെ കാണാമത്തല്ല ഞാൻ ജീവിച്ചിരിക്കുന്നത്. ആര്?
സിമിലർ. അപ്പൊ നിങ്ങളുടെ നാട്ടിലല്ലേ ആളുള്ളത്? അത് പറഞ്ഞപ്പോഴത്തേക്ക് ഓർമ്മ വന്നത് എന്തോ പറയാനെന്നത്. അലൈസ ഫീക്കും ഔകാന ഫീക്കും അല്ലദീ അജാറഹുല്ലാഹു, അള്ളാഹു ഇജാറത്ത് നൽകിയ ആള് നിങ്ങളവിടെ അല്ലേ ഉള്ളത്? അല്ലേ? അല്ലാ, ഇതിവിടെ മറിഞ്ഞു ബാബിൽ ഇലശാം അല്ലേ? ഫാത്തൽ മസ്ജിദ് ഫസല്ല റക്കഅത്ത്, 2 റക്കഅത്ത് നിസ്കരിച്ചിട്ട് പറഞ്ഞ അല്ലാ നല്ലൊരു സ്വാലിഹീനെ ഒന്ന് കാട്ടിത്താ അല്ലാ, ഒരു സാലിഹിന്റെ അടുത്ത് തന്നെ ഇരുത്തണേ അല്ലാ. സാദ ഫീ മനാഖിബി അമ്മാർ, അമ്മാറിന്റെ മനാഖിബിൽ ജലീസൻ സ്വാലിഹൻ എന്നുകൂടിയുണ്ട്. ജലീസൻ അങ്ങനെ ഫഖാല അൽഖമ തങ്ങൾ ഇരുന്ന് അബൂദർദാ തങ്ങളിലേക്കാണ്. കണ്ടോ? ഫഖാൽ അബൂദർദാ ചോദിച്ചു മിമ്മൻ അന്ത, മൻ അന്ത, മിമ്മൻ അന്ത? ഖാല മിൻ അഹ്ലി കുഫ. ഖാല അലൈസ ഫീകും സാഹിബു സിർ, ഐ സിർരി ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യന ലഹു അസ്മാഅൽ മുനാഫിഖീൻ വലം യുത്ലിഉ ഗൈറഹു അലൈഹാ. ഏതാ സിർ? സാഹിബു സിർ ഐ സിറിൽ മുനാഫിഖ്. ഇന്നവൻ മുനാഫിഖാണെന്ന് ആരോട് പറഞ്ഞെടുത്തോണ്ട്? ആരോട് പറഞ്ഞെടുത്തോണ്ട് തങ്ങള്? മാഷാ അല്ലാഹ്. സാഹിബ് സിർ ഹുദൈഫത്ത് തങ്ങളോട് അല്ലേ? അല്ലേ? വലക്കപ്പുണ്ടാക്ക് എവിടെ ശ്രദ്ധിച്ചിരിക്കുന്ന? സാഹിബ് സിർ അവിടെയല്ലേ? ഏത് സാഹിബ് സിർ? സിറു നിഫാം ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യന ലഹു, മഹാനായ ഹുദൈഫ തങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അസ്മാൽ മുനാഫിഖീൻ. പക്ഷേ വലം യുത്ലിഉ ഗൈറഹു അലൈഹാ കമാ ഖാൽ അല്ലദീ കാന ലാ യഅലമുഹു ഗൈറുഹു. കണ്ടാ? ലാ യഅലമുഹു, അവരല്ലാതെ ആ വിഷയം അസ്റിനെ അറിയുകയില്ല. ഇനി ഹുദൈഫത്തുൽ യമാൻ തങ്ങളാണ്. അലൈസ ഫീക്കും, അല്ലെങ്കിൽ ചോദിച്ചത് ഔ കാന ഫീക്കും അല്ലദീ അജാറഹുല്ലാഹു അലാ ലിസാനി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനശ് ശൈത്താൻ ലിഅന്നഹു ദഅാ ലഹു ബിഅമാനിഹി മിനശ് ശൈത്താൻ അല്ലാഹുമ്മ ആമിൻഹു മിനശ് ശൈത്താൻ വഖാല ഇന്നഹു തയ്യിബുൻ മുതയ്യബുൻ എന്ന്. അയാൾ തയ്യിബാണ്, അയാൾ ശൈത്താനെ തൊട്ട് പരിശുദ്ധമാക്കപ്പെട്ട ആളുമാണ് എന്ന് മഹാനായ അമ്മാർ തങ്ങളെ പറ്റിയിട്ട് അല്ല അമ്മാർ തങ്ങളെ പറ്റിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ചോദിക്കുന്നു അവലൈസ ഫീകും സാഹിബു സിവാക് വൽ വിസാദ്, തലയിണയുടെ ആള് അവിടെയല്ലേ? സിവാക്ക് കൊണ്ട് നടക്കുന്ന ആള് അവിടെയല്ലേ ഉള്ളത്? വിസാദത്തി എന്നുണ്ട് ഒരു റിവായത്തിൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കണ്ടാ? ഇബ്നു മസ്ഊദ് തങ്ങളും നിങ്ങളുടെ നാട്ടിലല്ലേ? നിങ്ങൾ വലിയ ആൾക്കാരാണ്, നിങ്ങൾ വലിയ ആൾക്കാരാണ്. ഇത്രത്തോളം പ്രത്യേകതയുള്ളവർ താമസിക്കുന്ന നാട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്ന് മഹാനായ അൽഖമത്ത് റളിയല്ലാഹു അൻഹുവിനോട് അബൂദർദാ പറഞ്ഞു കൊടുത്തു. അപ്പൊ ചരിത്രം മനസ്സിലായി. ഇതാണ് നമുക്ക് ആവശ്യം. നമ്മളൊരു നാട്ടിൽ പോയാൽ അതാണ് വേണ്ടത്. ഈ നാട്ടിനെ സംബന്ധിച്ചുകൊണ്ട് അറിയുന്നവർ ആര്? ഈ നാട്ടിലെ വലിയ വലിയ ആൾക്കാരെ പറ്റി അറിയുന്നവർ ആര്? അന്വേഷിച്ചു പോണം. അതാണ് കാനാ ഇൽമ മൻ തഖദ്ദമാ വഖദ് തുസാദു കാന ഫി യസ്മിൻ കമാ കാന കാന സഹ ഇൽമ മൻ തഖദ്ദമാ. അതായത് മഹാനായ ഇബ്നുൽ മാലിക് തങ്ങൾ അങ്ങനെയുള്ള ബൈത്തുകളിലേക്ക്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലല്ലേ ഇന്നാളുള്ളത്, ഇന്ന നാട്ടിലല്ലേ നിങ്ങളുടെ നാളുള്ളത്, ഇന്ന നാട്ടിലല്ലേ നിങ്ങളുടെ നാട്ടിലല്ലേ ഇന്നാളുള്ളത് എന്നൊക്കെ പറഞ്ഞു. കൈഫ ഖാന അബ്ദുല്ലാഹ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ എങ്ങനെയായിരുന്നു മോനെ ഓതുന്നത്? കൈഫ ഖാന യഅനി യഖറഉ കൈഫ ഖാന അബ്ദുല്ലാഹ് ഇബ്നു യഖറഉ വല്ലൈലി ഇദാ യഗ്ശാ. ഖാല പറഞ്ഞു, എന്ത് പറഞ്ഞു? വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ, പിന്നെ വഖലഖ الذكر والانثى. എന്താ? വദ്ദക്കരി വല്ലുൻസാന്നാ അവർ ഓതുന്നത്. എന്താ?
വദ്ദക്കരി ഖലഖ ദക്കരി എന്ന് തോന്നുന്നു. മുജാവറത്തിന് ചെറു കൊടുത്തോട്ട് അല്ലേ? വദ്ദക്കരി വല്ലുൻസ ബിദൂനി വമാ ഖലഖ ഓതാറില്ലാന്ന്. ഖലഖ വലുന ഖലഖ ദക്കറന്നല്ലോ. വദ്ദക്കരി വല്ലുൻസ എന്ന് ഫഖാല അനാ അബൂദർദാ മാസാല അബൂദർദാ പറയുന്നു മാസാല ഹൗലായി ഇക്കൂട്ടരിങ്ങനെ മാസാല ഹൗലായി അക്കൂട്ടനായിക്കൊണ്ടായിരുന്നു അത്താ കാദു യുശക്കികൂനി അല്ല അവര് എന്നെ സംശയിപ്പിച്ചിരുന്നു ഈ വിഷയം. കാന യഖറഉ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മാസാല ഹൗലായി അത്താ കാദു യുശക്കികൂനി വഖദ് സമീതുഹാ ഞാനാണ് ഈ തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഏത് വദക്കരി വല്ലുൻസാന്ന് മഖലക്ക ഇല്ലാതെ ഞാനത് കേട്ടിട്ടുണ്ട്. മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഇബ്നു മസ്ഊദ് എന്ന്. പിന്നെ അതൊരു റിവായത്തിൽ അങ്ങനെ ഉണ്ടാവായിരിക്കും. നമ്മളെ വിഭാഗത്തിൽ അങ്ങനെയില്ല ഏട്ടാ. വല്ലദീദ് സബഖ ബി മനാഖിബി അമ്മാർ വൽ ഖറദ് മിൻഹു ഹുനാ ഖൗലു വൽ വിസാദ് അതാ ഇവിടുത്തെ പറഞ്ഞു തലയുടെ ആൾ. ഇമാം ബുഖാരി ഒരു വിഷയം പറയാനേ എത്ര കാര്യങ്ങൾ ഇമാം ബുഖാരി പഠിപ്പിച്ചു തന്നിട്ടാ ഒരു വിഷയം പറഞ്ഞ ആകെപ്പാടെ ബാബുമായിട്ട് ബന്ധം ഏതാ? അത് സാധാരണ വിസാദത്തല്ല, തങ്ങളുടെ വിസാദത്താണ്. ആ വിസാദത്തിന് ഭയങ്കര ഒരു ബാബൊക്കെ ഇട്ട് വിസാദത്ത് മന്നുൽക്കിയാണ്. പക്ഷെ വിസാദത്ത് പറഞ്ഞപ്പോ ഇമാം ബുഖാരിക്ക് മറ്റത് ഓർമ്മ വന്നു പെട്ടെന്ന്. അപ്പൊ അതിനെ പറ്റി ഒരെണ്ണം ഒരു അതീതോളങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ ഇമാം ബുഖാരിയുടെ ഒരു വിഷയം പറയും. ഇമാം ബുഖാരിയുടെ മെമ്മറി എത്രയായിരിക്കും? നമുക്ക് എന്ത് മെമ്മറി? നമുക്ക് വല്ല മെമ്മറി ഉണ്ടോ? ഒരു മെമ്മറി നമുക്കില്ല. ഒരു മെമ്മറി ഇല്ലാത്ത കൗമാണ്. മെമ്മറി ഉണ്ടെന്ന് പോലും നമുക്കില്ല. അതതിലേക്ക് രസം. തങ്ങളുടെ മിസ്വാക്ക് ഇബ്നു മസ്ഊദ് തങ്ങൾ സൂക്ഷിക്കും. അതിനകത്ത് വല്ല കിടക്കൊണ്ട് മാറ്റിയെടുത്ത് അഴുക്കൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞ് അതിനൊക്കെ തലയുടെ ഒറ അതിന് വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ കഴുകിയ വഴിയേക്ക് എന്താ ബാബു കട്ടിലും വന്ന് തലയുടെ വന്ന് ഇനി ഒന്ന് ഉറങ്ങി വെക്കാൻ പോലും കട്ടിലും വന്ന് തലയുടെ വന്ന് ഇനി ഉറങ്ങാൻ പറ്റിയ സമയം ഏതാ? മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങേണ്ട എപ്പോഴാ? രാത്രി അല്ലെങ്കിൽ പകലോ? കയ്യിൽ കൊടുത്തിട്ട് ഉറങ്ങാനിക്കോ? ബാബുൽ ഖായിലത്തി ബഅദൽ ജുമുഅ അത് ജുമുഅ ദിവസമാണെങ്കിലോ മാഷാ അല്ലാഹ്. എന്താണ് ഇമാം ബുഖാരിയുടെ ഒരു മുനാസബത്ത്? ആൾക്കാർ പറയും മുനാസബത്ത് ഇല്ലാതായി ഇമാം ബുഖാരി ഇത് എഴുതിയത്. എങ്ങനെ അവരോട് നമ്മൾ എന്ത് പറയാൻ അവരെ പറ്റിയിട്ട്? അന്നാസു ആയുധാവുമാ ജഹീൽ എന്ന് പറയും. അല്ലാന്തോ പറയുന്നേ ഇല്ലേ? ജനങ്ങൾ അവരറിയില്ലാത്തതിന്റെ ശത്രുക്കളാണ് എന്നേ നമുക്ക് അവരെ പറ്റി പറയാം. അവർ വലിയ വലിയ ആൾക്കാരായിരിക്കും പറഞ്ഞവരൊക്കെ. നമ്മളത് അംഗീകരിക്കത്തൊന്നുമില്ല.